തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച 20,000-ഓളം ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനായില്ലെന്ന് പരാതി. പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്തതും ക്രമീകരണങ്ങൾ ഒരുക്കിയതിലെ അപാകതയുമാണ് പരാതിക്കിടയാക്കിയത്. വോട്ടിന് അവസരമൊരുക്കണമെന്ന് സർവീസ് സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചവർക്ക് ഏപ്രിൽ 1 മുതൽ 7 വരെ മണ്ഡലത്തിലെ ഒരു കേന്ദ്രത്തിൽ വോട്ട് ചെയ്യാനായിരുന്നു നിർദ്ദേശം. അങ്ങനെ കേന്ദ്രത്തിലെത്തിയ പലർക്കും ബാലറ്റ് വരാത്തതിനാൽ വോട്ട് ചെയ്യാനായില്ല. പോസ്റ്റൽ വോട്ട് വരാത്തവർക്ക് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കളക്ഷൻ സെന്ററിൽ വോട്ടിങ്ങിന് അവസരമൊരുക്കുമെന്നായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാഗ്ദാനം. എന്നാൽ അവിടെയും എല്ലാവരുടെയും ബാലറ്റ് എത്തിയില്ല. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈപ്പറ്റി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന തിരക്കായതിനാൽ ബാലറ്റ് വന്ന പലർക്കും വോട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. ഓരോ ജില്ലയിലും 1000-ലധികം പേർ ഇങ്ങനെ വോട്ട് ചെയ്തില്ലെന്നാണ് കണക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ട് നിർണായകമായതിനാൽ ഇനിയും വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. 3 പ്രവൃത്തി ദിവസങ്ങൾ ഇതിനായി അനുവദിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അയച്ച കത്തിൽ സംഘടനകൾ ആവശ്യപ്പെട്ടു. വോട്ടെണ്ണൽ ദിനം രാവിലെ വരുന്ന പോസ്റ്റൽ വോട്ട് വരെ പരിഗണിക്കുമെന്നതിനാൽ വോട്ട് വൈകി ചെയ്യുന്നതിൽ നിയമതടസ്സം ഉണ്ടാകില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരെ വോട്ട് ചെയ്യിപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് സ്വയം വോട്ട് ചെയ്യാനായില്ല എന്നാണ് ഉയരുന്ന പരാതി. ഇനിയും പോളിംഗിന് അവസരം നൽകുമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.